ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 6. മോളിൻ്റെ ബാക്ക് കവർ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് കാറിൽ നിന്നിറങ്ങി തൊട്ടടുത്ത് കണ്ട മൊബൈൽ ഷോപ്പിലേക്ക് കയറി. മോളി മീരെ, വല്യമ്മയ്ക്ക് ഇപ്പം എന്ത് സന്തോഷമാണെന്നോ ഇപ്പോഴും ഒരു സമാധാനമായത്. ഇത്രയും നാളത്തെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഉണ്ടായല്ലോ. രഞ്ജിത്തുമായി മോളുടെ ജാതകം ചേരുമോ എന്ന് വല്യമ്മയ്ക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. ജോത്സ്യം പറഞ്ഞപ്പോഴാണ് വല്യമ്മയ്ക്ക് ആശ്വാസമായത്. മാധവി പറഞ്ഞു. അപ്പോൾ രഞ്ജിത്തുമായുള്ള കല്യാണം വല്യമ്മ നിശ്ചയിച്ചോ? മീര ആകുലതയോടെ ചോദിച്ചു. പിന്നെ തീരുമാനിക്കാതെ? അത്രയേറെ പൊരുത്തമാണെന്നല്ലേ ജോത്സ്യം പറഞ്ഞത്? നീയും കേട്ടതല്ലേ ജോത്സ്യം പറഞ്ഞത് മുഴുവൻ? ദൈവം ഈ ജന്മത്തിൽ നിങ്ങളെ ഒന്ന് ചേർത്തുന്നത് അടുത്ത ജന്മത്തിലും ഒന്നാകാനാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വല്യമ്മയ്ക്കിനി മറിച്ചൊരു തീരുമാനമില്ല. വല്യമ്മ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് രഞ്ജിത്തിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന്, ജോത്സ്യനെ കണ്ടിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് മീര വിഷമത്തോടെ പറഞ്ഞു. മോളെ, നീ ഈ ബന്ധത്തിനെതിരെ പറയരുത്. എൻ്റെ മനസ്സ് പറയുന്നത് എല്ലാം നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹമാണെന്നാ. അല്ലെങ്കിൽ ഇത്രയും നാൾ നീ വിവാഹം കഴിക്കാൻ സമ്മതിക്കാതിരുന്നതും ഇപ്പോൾ രഞ്ജിത്തിൻ്റെ ആലോചന വന്നപ്പോൾ ജാതകം നോക്കാൻ സമ്മതിച്ചതും നിങ്ങൾ തമ്മിൽ ഇത്രയേറെ പൊരുത്തമുണ്ടായതുമെല്ലാം നിന്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു. ദൈവനിശ്ചയം അതുതന്നെയാണ്. അല്ലെങ്കിൽ വിനോദമായുള്ള നിന്റെ വിവാഹം നടക്കുമായിരുന്നില്ലേ? അപ്പോൾ വലിയമ്മ പറയുന്നത് ഞാനും രഞ്ജിത്ത് ഒരുമിക്കാൻ വേണ്ടിയാണോ ദൈവം വിനോദ അപകടമരണം കൊടുത്തത്? മോളെ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് വല്യമ്മേ? എനിക്കറിയുന്നില്ല. ഓർമ്മ വെച്ച നാൾ മുതൽക്ക് കളിക്കൂട്ടുകാരനായി മാത്രം കണ്ട ഒരാളെ പെട്ടെന്നൊരു ദിവസം എല്ലാവരും ചേർന്ന് ഭർത്താവായി കാണാൻ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മീര വിതുമ്പി. അതെല്ലാം പതിയെ ശരിയാകും. ഒട്ടും അറിയാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് നന്നായി അറിയുന്ന നിന്റെ കൂട്ടുകാരനെ കല്യാണം കഴിക്കുന്നതല്ലേ. ഉറപ്പായും അവൻ പോയി വരുമ്പോഴേക്കും നിന്റെ മനസ്സ് മാറും. ഇതുതന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും വല്യച്ഛനും ആഗ്രഹിക്കുന്നുണ്ടാവുക. അവരുടെ അനുഗ്രഹം എൻ്റെ മോൾക്കുണ്ടാകും. വല്യമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ മോളിന് എതിരഭിപ്രായം ഒന്നും പറയല്ലേ. വല്യമ്മയോട് മറുത്തു പറയാൻ കഴിയാതെ മീര ധർമ്മസങ്കടത്തിലായി. മറുപടി ഒന്നും പറയാതെ കാറിൻ്റെ കണ്ണാടിയിലേക്ക് തലചായ്ച്ചു വെച്ച് മീര പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്നാണ് ബസ് സ്റ്റോപ്പിൽ നിന്നൊരാൾ മീരയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മീര വേഗം തലയുയർത്തി അയാളെ സൂക്ഷിച്ചു നോക്കി. കാർത്തിക് സാർ ആണല്ലോ. സാർ എങ്ങോട്ട് പോവുകയായിരിക്കും? മീര ചിന്തിച്ചു. അപ്പോഴേക്കും രഞ്ജിത്ത് തിരികെ എത്തി. കവർ മാറ്റിയോ? മീര ചോദിച്ചു. ആ, മാറ്റി. രഞ്ജിത്ത് മറുപടി പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മീര വീണ്ടും കാർത്തികിനെ തന്നെ ശ്രദ്ധിച്ചു. കാർ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നോടി പോയപ്പോൾ കാർത്തികിനെ അടുത്ത് വെച്ച് കണ്ടപ്പോൾ മീര അമ്പരന്നു. മീര രഞ്ജിത്തിനോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. കാർ നിർത്തി മീര ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഉടനെ എത്തിയ ബസ്സിൽ കാർത്തിക് കയറിപ്പോയി. എന്താ മീര, ആരെയാണ് നീ നോക്കുന്നത്? രഞ്ജിത്തും വല്യമ്മയും മീരയോട് ചോദിച്ചു. ഹേ, ഒന്നുമില്ല. പെട്ടെന്ന് വേറൊരാളെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെ തോന്നി. പക്ഷെ അയാളല്ല. ഒന്നാലോചിച്ച ശേഷം മീര മറുപടി പറഞ്ഞു. മീര കാറിൽ കയറി. വീണ്ടും രഞ്ജിത്ത് വണ്ടി സ്റ്റാർട്ടാക്കി. മീരയുടെ മനസ്സ് മുഴുവൻ കാർത്തിക്കായിരുന്നു. സാറിൻ്റെ മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അന്ന് കണ്ട ആളെയല്ലല്ലോ. നേരിയ പുഞ്ചിരിയും വിനയവും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ആ മുഖത്ത് ഇന്ന് നിറയെ സങ്കടവും ദയനീയതയുമാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത്. സാറിന് എന്തു പറ്റിയതായിരിക്കും? കാളിയങ്കാവ് എത്തിയതും മാധവി പോയി തൻ്റെ വഴിപാടുകളൊക്കെ വേഗം ചെയ്തു തിരിച്ചു വന്നു. അല്പസമയത്തിനുള്ളിൽ അവർ 3 പേരും തിരിച്ചു വീടെത്തി. യാത്രയിലുടനീളം മീര കാർത്തികിനെ പറ്റിയായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത്. കാർത്തികിൻ്റെ രൂപം അത്രയേറെ മീരയെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു. അതുപോലെ രഞ്ജിത്ത് സെൻറ്റർ മിററിലൂടെ പലപ്പോഴും മീരയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടതും മീനു അകത്തു നിന്ന് ഓടിയെത്തി. ജോത്സ്യനെ കണ്ട് എന്തു പറഞ്ഞു? പ്രശ്നങ്ങളൊന്നും ഇല്ലാലോ? മീനു ആവേശത്തോടെ ചോദിച്ചു. ഹേ, ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, ഇവർ തമ്മിലുള്ള പൊരുത്തം കണ്ടിട്ട് ജോത്സ്യന് വളരെ സന്തോഷമായി. ഒരുപാട് കാലമായിത്രേ ഇത്രയും ചേർച്ചയുള്ള 2 ജാതകങ്ങൾ തമ്മിൽ കണ്ടിട്ട്. മാധവി വിവരങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ മീനുവിനെ അറിയിച്ചു. ഇതെല്ലാം കേട്ട്
മീനു ഒത്തിരി സന്തോഷത്തോടെ മീരയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രഞ്ജുവേട്ടാ, നമുക്ക് ഈ സന്തോഷം അടിച്ചു പൊളിക്കണ്ടേ? പിന്നെന്താ, നമുക്ക് കളറാക്കണം, രഞ്ജിത്ത് പറഞ്ഞു. എൻ്റെ മണ്ടി ചേച്ചിക്ക് ഇപ്പോഴും ഒന്നും വിശ്വാസമായിട്ടാ തോന്നുന്നു, മുഖം കണ്ടില്ലേ? മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെറും വണ്ടിയല്ല, മരം വണ്ടി. അടുത്ത ആലോചിക്കുകയായിരിക്കും ഇനി എന്തോർത്ത് ജീവിതം നശിപ്പിക്കും. രഞ്ജിത്ത് പറഞ്ഞത് കേട്ട് മീനുവും മാധവിയും ചിരിച്ചു. രഞ്ജിത്ത് ഇരിക്കൂ, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മാധവി അടുക്കളയിലേക്ക് പോയി. ഓ, എന്നെ കളിയാക്കാൻ എല്ലാവർക്കും എന്താ ഒരു ഇഷ്ടം. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒറ്റമൈനെ കണ്ട ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളുമെന്ന് പറഞ്ഞ് നീ എത്ര തവണ എന്നെക്കൊണ്ട് നിന്നെ തല്ലിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവൻ വലുതായപ്പോൾ എന്നെ കളിയാക്കുന്നു, മീര പറഞ്ഞു. അത് ശരി, കുട്ടികളായിരിക്കുമ്പോൾ കേട്ടിട്ടും കണ്ടിട്ടും പല അന്ധവിശ്വാസങ്ങളും ഉണ്ടാകും. തിരിച്ചറിവ് വെച്ചപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ശരിയേത് തെറ്റിയതെന്ന്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും നിനക്കിപ്പോഴും ആ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല. രഞ്ജിത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മാധവി നാരങ്ങ വെള്ളം കലക്കി കൊണ്ടുവന്നു. അപ്പച്ചൻ ഇന്ന് വെള്ളം കലക്കാൻ പോയത് ഈ മീനുവിനോട് പറഞ്ഞാൽ പോരെ, അവളില്ലേ പണി ചെയ്യാൻ? ഹാ, അവളോട് പറഞ്ഞ് നാരങ്ങ വെള്ളം കിട്ടുമ്പോഴേക്കും നാക്കിറങ്ങി ചാകും. അമ്മേ, ഞാൻ എന്ത് പണിയാണ് ചെയ്യാത്തത്? അമ്മ ഇനി എന്തെങ്കിലും പണി പറയും, ഞാൻ കാണിച്ചു തരാട്ടോ, മീനു മാധവിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. നീ പണി ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇക്കൊല്ലം പറഞ്ഞ അടുത്ത കൊല്ലം കഴിയൂ എന്നല്ലേ പറഞ്ഞത്? താൻ പറഞ്ഞതിനുള്ള മറുപടി കേട്ട് മീനു അമ്മയെ നോക്കി കൊഞ്ഞനം കുത്തി. എന്നിട്ട് ഈ രഞ്ജുവേട്ടിന് ഏഷ്യനെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ തോന്നുന്നു. മീരേച്ചിക്ക് അമ്മായിമ്മപ്പോരില്ലാത്തതിൽ സന്തോഷിക്കണ്ട, രഞ്ജുവേട്ടൻ തന്നെ മതിയല്ലോ. മീനു പറയുന്നത് കേട്ട് അവരെല്ലാവരും ചിരിച്ചു. കളിച്ചിരികൾ പറഞ്ഞിരിക്കുമ്പോഴും മീരയുടെ മുഖത്ത് എന്തോ ഒരു ദുഃഖം നിഴലിച്ചു. രഞ്ജിത്ത് മീരയെ ശ്രദ്ധിച്ചു. മീരയുടെ ഭാവമാറ്റങ്ങൾ രഞ്ജിത്തിനെ അസ്വസ്ഥമാക്കി. ഇനി തന്നെ വിവാഹം കഴിക്കാൻ മീരയ്ക്ക് താല്പര്യമില്ലേ? അതുകൊണ്ടാണോ മീരയുടെ മുഖത്തെ ഈ നിസ്സംഗഭാവം എന്ന ചോദ്യം രഞ്ജിത്തിന് മനസ്സിലുടലെടുത്തു. അപ്പച്ചി, ഞാനിന്ന് വീട്ടിലോട്ട് പോട്ടെ. ഹാ ശരി മോനെ, സൗകര്യം പോലെ അച്ഛനെയും അമ്മയും കൂട്ടി ഇങ്ങോട്ട് വായോ, മാധവി പറഞ്ഞു. മീരയോടും മീനുവിനോടും യാത്ര പറഞ്ഞ് രഞ്ജിത്ത് തൻ്റെ വീട്ടിലേക്ക് പോയി. വീടെത്തി കാര്യങ്ങളെല്ലാം വിശദമായി അച്ഛനോടും അമ്മയോടും പറഞ്ഞതിന് ശേഷം രഞ്ജിത്ത് തൻ്റെ മുറിയിൽ പോയി കിടന്നു. ഏറെ നേരം രഞ്ജിത്ത് മീരയെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം രഞ്ജിത്ത് ഫോൺ എടുത്ത് മീരയെ വിളിച്ചു. രഞ്ജിത്താണല്ലോ വിളിക്കുന്നത്, എൻ്റെ തീരുമാനം അറിയാനായിരിക്കും. എന്തായാലും എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞേക്കാം എന്ന് തീരുമാനിച്ച് മീര ഫോൺ എടുത്തു. ഹലോ മീര. ഹലോ മീര, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജോത്സ്യനെ കണ്ട് മടങ്ങിയതിന് ശേഷം ഒരുപാട് തവണ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിരുന്നു. പലപ്പോഴും നിൻ്റെ മുഖത്തൊരു മൗനം കാണുന്നുണ്ട്. ഇത്രയേറെ സന്തോഷിക്കേണ്ട അവസരമായിട്ട് കൂടി നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിൻ്റെ തീരുമാനം എന്താണെന്ന് നീ പറഞ്ഞിട്ടില്ല. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായി തുറന്നു പറഞ്ഞോളൂ മീര. ഒരിക്കലും ആരുടെയും നിർബന്ധം എടുക്കേണ്ട തീരുമാനമല്ല വിവാഹം. രഞ്ജിത്ത്, അത് പിന്നെ എനിക്ക് നിന്നോട് ഇഷ്ടക്കൂടുതലേ ഉള്ളൂ. അത് പക്ഷേ ഇതുവരെ ഒരു സൗഹൃദത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് പോയിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, മീര മടിച്ചുകൊണ്ട് പറഞ്ഞു. ഡോ, നമുക്ക് പരസ്പരം അറിയാലോ. എന്താണേലും നിനക്ക് എന്നോട് പറയാം. ഉത്തരം എസ് ആണെങ്കിലും നോ ആണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. ഞാൻ ഇനി പോയാൽ എനിക്ക് പ്രമോഷൻ ആവുകയാണ്. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞ് വരാൻ പറ്റൂ. അതുവരെ നിനക്ക് സമയമുണ്ട്. ഒത്തിരി ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. ഇനി അഥവാ നോ എന്നാണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. നിനക്കിന്ന് നല്ലൊരു സുഹൃത്തായി ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നിൻ്റെ മനസ്സിനെ പരിപൂർണമായി തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരമായിരിക്കണം നീ തീരുമാനിക്കേണ്ടത്. പണ്ട് തൊട്ടേ നീ മുഖം പാടിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല മീര. ചെമ്പകപ്പൂക്കൾ കിട്ടാതെ നീ പിണങ്ങുമ്പോൾ എവിടെ നിന്നെങ്കിലും പോയി ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കൊണ്ടുവന്ന് നിനക്ക് തരുമ്പോൾ നിൻ്റെ മുഖത്തെ അപ്പോഴുണ്ടാകുന്നൊരു പുഞ്ചിരിയുണ്ട്. നീ ഓരോ വിഷമങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് മീര എനിക്ക് നിന്നെ. വിനോദിൻ്റെ മരണശേഷം നീ ഓരോന്ന് പറഞ്ഞ് ജീവൻ നശിപ്പിക്കുന്നത് കണ്ട് ഞാൻ ഒരുപാട് നിന്നെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നിന്നെ പറഞ്ഞ് തിരുത്താൻ കഴിയുമെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ദേഷ്യമായിരുന്നു മീര. അതുകൊണ്ടാണ് പിന്നെ നിന്നിൽ നിന്ന് ഞാൻ അകലാൻ ശ്രമിച്ചത്. അല്ലാതെ തിരക്കുകൾ മാത്രമല്ലായിരുന്നു. ആ ഇഷ്ടത്തിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, സൗഹൃദം. നമ്മുടെ പവിത്രമായ സൗഹൃദം.
നീ നോ എന്ന് പറഞ്ഞാലും ഈ ഇഷ്ടവും സൗഹൃദവും എനിക്ക് നിന്നോട് എന്നും ഉണ്ടാകും. പക്ഷേ എനിക്കൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ. നീ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് എപ്പോഴും വിഷമിച്ചിരിക്കരുത്. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എനിക്ക് കാണാൻ ഇഷ്ടമല്ല. പ്ലീസ് മീര. രഞ്ജിത്ത് തന്നെ ഇത്രയേറെ മനസ്സിലാക്കിയതിൽ മീര വളരെയധികം സന്തോഷിച്ചു. താങ്ക്സ് രഞ്ജിത്ത്. നിന്നെപ്പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പം സമാധാനമായി നിനക്ക്? പിന്നെ ഒത്തിരി ആശ്വാസമായി. ഇപ്പോഴാണ് എനിക്കും സമാധാനമായത്. പിന്നെ ഇതൊന്നും ഇപ്പോൾ ആരോടും പറയണ്ട. നീ ഒരു തീരുമാനത്തിലെത്തിയിട്ട് നമുക്ക് എല്ലാവരോടും പറയാം. ഓക്കെ? ഓ അങ്ങനെ ആകട്ടെ. പിന്നെ നീ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? വന്നിട്ട് ഒരാഴ്ചയായിട്ടില്ല. അപ്പോഴേക്കും തിരിച്ചെന്താണ് പോകുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി. ഏതൊരു ഗൾഫുകാരൻ്റെയും അവസ്ഥ എന്ന് തമാശയായി രഞ്ജിത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീര ചിരിച്ചു. എന്നിട്ട് ചുമ്മാ ചോദിച്ചതാടാ. പിന്നെ നീ എനിക്കൊരു ചെമ്പകത്തൈ വാങ്ങിക്കൊണ്ടുവന്ന് തരുമോ? ഓ പിന്നെന്താ, വാങ്ങിത്തരാലോ. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ഈ ചെമ്പകപ്പൂക്കളിനോട്? വേറൊരു പൂവിനോടും എനിക്ക് ഇത്രയും ഇഷ്ടം തോന്നിയിട്ടില്ല. എല്ലാവരും പറയുന്നത് പോലെ ചെമ്പകത്തിനോട് എനിക്ക് ഭ്രാന്താണ്. ഒരു മടുപ്പും തോന്നിക്കാത്ത ഗന്ധമാണ് ചെമ്പകത്തിൻ്റേത്. തൈ വാങ്ങിയിട്ട് ഞാൻ തന്നെ വെച്ച് തരണ്ടേ? രഞ്ജിത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ നിന്റെ ഇഷ്ടം. വെക്കുമ്പോൾ കിഴക്കേ മൂലം നോക്കി വെക്കണേ. മറുപടിയായി മീരയും തമാശ രൂപത്തിൽ പറഞ്ഞു. അയ്യടാ, വാങ്ങിക്കൊണ്ട് വന്ന് തരും. പൂ വേണമെങ്കിൽ തന്നെത്താൻ വെച്ചോളണം. ഓ അടിയൻ്റെ ഉത്തരവ് പോലെ. 2 ദിവസം കഴിഞ്ഞ് തൃശ്ശൂരും പോകുന്നുണ്ട്. അപ്പം മണ്ണൂത്തി പോയിട്ട് നല്ല ബെഡ് തൈ വാങ്ങിക്കൊണ്ടുവരാം. നിനക്ക് എന്നും പോകിട്ടും. എന്താ സന്തോഷമായില്ലേ? ഒത്തിരി. എന്നാൽ ശരി, ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വായോ. നമുക്കെപ്പോഴും നഷ്ടപ്പെട്ടു പോയ ആ പഴയ സൗഹൃദം വീണ്ടും നമുക്കിടയിലേക്ക് കൊണ്ടുവരണം. നിന്നോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിന് എന്ത് റിലീഫാണെന്നോ. റിയലി താങ്ക്സ് രഞ്ജിത്ത്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു നിമിഷം തരാൻ നീ കാരണമാവുന്നത് തന്നെ. ഇതേ മറുപടി തന്നെയാണ് എനിക്കും നിന്നോടും പറയാനുള്ളത്. താങ്ക്സ് മീര, നീ എൻ്റെ പഴയ മീരയായതിൽ. എന്നാൽ ശരി, നമുക്ക് കാണാം. ഓക്കേടാ, ബൈ. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വളരെയധികം സന്തോഷത്തോടെ മീര മീനുവിനെ പോയി കെട്ടിപ്പിടിച്ചു. എന്താ ചേച്ചി ഇത്രയധികം സന്തോഷം? ആരാ വിളിച്ചത്? ജോത്സിനെ കണ്ടിട്ട് വന്നിട്ട് പോലും ചേച്ചിയുടെ മുഖത്ത് ഇത്രയും സന്തോഷം കണ്ടില്ല. മീര ചോദിച്ചു. രഞ്ജിത്തിനെ വിളിച്ചതിനെ പറ്റിയും അവർ തമ്മിൽ സംസാരിച്ചതിനെ പറ്റിയും മീര മീനുവിനോട് പറഞ്ഞു. എന്നിട്ട് ഇതൊന്നും വല്യമ്മയോട് പറയരുതെന്ന് താക്കീത് ചെയ്യുകയും ചെയ്തു. തുടരും. ഈ ഭാഗം നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.